ശരിക്കും പറഞ്ഞ ഒരു പിടികിട്ടാ പുള്ളിയാണ്. ഇന്റർവ്യൂ നോക്കിയിട്ട് കാണാനില്ല, സിനിമയിലുണ്ടോ അതുകൊണ്ട്, എന്നാൽ സിനിമയിലില്ലല്ലോ, എത്ര കൊല്ലമായിട്ട് സിനിമയിലില്ല. ഉണ്ടോന്ന് വെച്ചാൽ എവിടെ എല്ലാവർക്കും അറിയാവുന്ന മുഖമാണ്. അത് പണ്ട് അഭിനയിച്ച സിനിമ ഇപ്പോഴും ടി വിയിൽ വന്നോണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാല് പിടി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമയിലില്ല, പിന്നെ എന്തിനാ ഞാൻ പിടി വന്നിട്ട് സിനിമയെ പറ്റി ഒന്നും പറയാനായിട്ട് എന്റെ ഇല്ലല്ലോ. കുറെ ഭയങ്കര ഗ്യാപ്പായി പോയില്ലേ, അതുകൊണ്ട് ഒഴിഞ്ഞു മാറ്റമായിരുന്നു പൊതുവെ. അതായിരിക്കും. ഇനിയിപ്പോ സജീവമായ ഒരു തീരുമാനം എടുത്തു അല്ലേ, രംഗത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പുതിയ ജനറേഷന് നമുക്ക് പരിചയമൊന്നുമില്ലല്ലോ. ആക്ടേഴ്സിനെ പരിചയമുണ്ട് കുറേയൊക്കെ, പക്ഷെ ഡയറക്ടേഴ്സ് ആണല്ലോ ഇത്, അവരൊക്കെ ഇനി കണ്ടുവരണം. ചെയ്ത പടങ്ങളല്ല ഹിറ്റ്, ചെയ്ത ബാൻഡല്ല വൻ ഹിറ്റ്, താരങ്ങളോട് നല്ല ബന്ധം, ഇത്രയൊക്കെ അവസരം വർഷങ്ങളായില്ലേ. അല്ല, എന്തുകൊണ്ട് ഈ മടി പൊതുവെ കാണിക്കാൻ എന്തുവായിരുന്നു? എന്തുകൊണ്ടായിരുന്നു? അല്ല, ഗ്യാപ്പല്ല, സിനിമ മനഃപൂർവ്വം മാറി നിന്നതാ. ഗ്യാപ്പ് ഇല്ലായിരുന്നു, ബിസി ആയിരുന്നു. ഇപ്പം ആ സമയത്ത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, ചൈന ടൗൺ, ജയസൂര്യയുടെ ഒരുപാട് അഭിനയിച്ച, എൻ്റെ പേര് കിട്ടുന്നില്ല, അങ്ങനെ കുറെ. കുഞ്ഞാളിന് മുമ്പ് പറഞ്ഞു അഭിനയിച്ച. അതൊരു ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ്, അതാണ് ഏറ്റവും. എല്ലാം നന്നായിട്ട് പോയ പടങ്ങളാ. ചെറിയ വേഷങ്ങളായിരുന്നു, പക്ഷെ ആൾക്കാർ പടങ്ങൾ ഹിറ്റായതുകൊണ്ട്, ചെറിയ വേഷമായതുകൊണ്ടും ആ ചെറിയ വേഷങ്ങൾ നിന്നു, ആൾക്കാരുടെ മനസ്സിൽ നിന്നു. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയണത്. ഭാഗ്യ നടനാണല്ലേ ഒരു പക്ഷേ, പിന്നെ അപ്പാജി എന്ന് പറഞ്ഞ നടനെ ഉൾപ്പെടുത്തി പടം വിജയിക്കും. എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. അല്ല, ആ പടം ഓടിയതുകൊണ്ട് എന്നെ നോട്ട് ചെയ്ത്, അത്രേ ഉള്ളൂ. എല്ലാ നടന്മാരോടും നല്ല ബന്ധമുണ്ട്, എല്ലാ സൂപ്പർ സ്റ്റാറോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. വലിയ ഭാഗ്യമല്ലേ, വലിയൊരു അനുഗ്രഹം. എനിക്ക് സൂപ്പർ സ്റ്റാർ മാത്രമല്ല, പഴയ ആൾക്കാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിക്കുരിശി അമ്മാവൻ, തിലകൻ ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആലമൂടൻ, ബഹദൂറിക്ക് അടൂർബാസി, പഴയ ശങ്കരാടി, ഒടുവിലുണ്ണി കൃഷ്ണൻ, കുതിരവട്ടം പപ്പു, മീന ചേച്ചി, സുകുമാരി ചേച്ചി, ഫിലോമിന ചേച്ചി, അങ്ങനെ ഒരുപാട് പഴയ ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉമ്മറിക്ക, നെടുമുടി വേണിച്ചേട്ടൻ, പഴയ ആ ഒരു ആൾക്കാരുടെ കൂടെ, അടൂർവാസിയിലൂടെ അഭിനയിച്ച്, ഭൂമിയിലെ രാജക്കന്മാർ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരോട് അഭിനയിക്കാൻ പറ്റി. ഞാൻ ചോദിക്കുന്നു, അത്രയും വലിയ ലൈറ്റും വെട്ടവും ബഹളവും താരങ്ങളെല്ലാം കണ്ട ഒരാൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുമോ? അതിനൊരു മനസ്സ് വേണം. അപ്പൊ എന്ത് ചെയ്യും വീട്ടിലേക്ക് ഇരുന്ന്? എന്താ ബിസിനസ്സിൽ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അല്ല, അത് പറയാം. നമുക്ക് എന്താണ് ഈ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പണി? എന്താ ബിസിനസ്സിലേക്ക് മനസ്സ് മാറ്റുമോ? എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, അന്നൊക്കെ ബിസിനസ്സിലും ബിസി ആയിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഫുട്വെയർ ഒക്കെ നിർത്തിയത്. കോവിഡ് വന്നതിന് ശേഷം പിന്നെ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ മാത്രമേ ഉള്ളൂ. അന്നേരം ഈ പറയുന്ന ഫുട്വെയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസരങ്ങൾ തേടി വരുമായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു ഒഴിവാകുന്നത്? ഞാനിപ്പം സിനിമയിൽ മാറി എന്ന് പറയും. അല്ല, അവരും അപ്പൊ പറയും, അതിന്റെ ആവശ്യമുണ്ടോ, ഇന്നാള് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്, വന്നൂടെ എന്നൊക്കെ ചോദിക്കും. പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യാനുള്ള പാസ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അങ്ങനെ തോന്നിയില്ല പോകാനും പിടിക്കാനും. കുറെ മിസ്സായി, കൊല്ലങ്ങളോളം സിനിമയിൽ നിന്ന് മാറിയത്. അന്ന് അഭിനയിച്ച ഈ പറഞ്ഞ ജയറാമിൻ്റെയോടൊപ്പം മുകേഷ്, സിദ്ദിഖ്, വലിയൊരു ബെൽറ്റ് നിങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമുള്ളതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ആരോണെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കാമല്ലോ. മുകേഷിനെയും സുരേഷ് ഗോപിനെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ്, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഫേവറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഗണേഷിനെ വിളിക്കാറുണ്ട്, മുകേഷിനെ വിളിക്കാറുണ്ട്. സുരേഷ് ഗോപി ആണെങ്കിൽ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ മോൻ്റെ കിഡ്നി അത് മാറ്റിവെക്കാനായിട്ടുള്ള അവരുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ടൊക്കെ ഉണ്ടല്ലോ, സെൻട്രൽ ഗവൺമെൻറ്, അതൊക്കെ പുള്ളി എനിക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സോഷ്യൽ വർക്ക് പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അല്ലേ? അത് സത്യമാണ്. കുറേ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹം ഒരു പുലിയാണ് അല്ലെ സിംഹമാണെന്നാണ് പൊതുവെ ഇൻഡസ്ട്രി പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരു മാനസിക ഐക്യം കൊണ്ടുവന്ന ചെറിയ കാര്യമല്ല. അതെ അതെ, സത്യം. നിങ്ങൾ കെമിസ്ട്രി എങ്ങനെ? എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് എന്നെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുള്ളൂ. പിന്നെ ജോഷിയുടെ മോള് മരിച്ച സമയത്ത് ഒരിച്ചിരി ഇതായിപ്പോയി. അതിനുശേഷം പിന്നെ കാണുമ്പോൾ ഒരു വിഷമമാണ്. അദ്ദേഹത്തിന് എല്ലാ പടങ്ങളിലും ഒരു വേഷം തരുമോ അദ്ദേഹം? അങ്ങോട്ട് ചോദിക്കുന്നതാണ്, ഇങ്ങോട്ട് വിളിക്കുന്നതാണ്? എന്താണ് വിളിക്കും. വേഷമുണ്ട് വരുന്ന ചോദിക്കും. അപ്പൊന്നൊന്നുമില്ല, നീ മറ്റന്നാളും കൂടെ പോരട്ടാ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും. ആ മഹായാനം എന്ന് പറയുന്ന സാധനം എന്താണെന്നൊന്നും എനിക്കറിയാം. വെറുതെ വിളിക്കുമ്പം എന്നെ വിളിച്ചു, നീ നാളെ കൂടെ പോരും എന്ന് പറഞ്ഞു. പക്ഷെ ആ ചെറിയ വേഷം ഇപ്പോഴും ആൾക്കാർ എനിക്ക് തന്നെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ആ ഒരു സീൻ നിങ്ങൾ ഇപ്പോഴും അത് രണ്ടാമതൊന്ന് വൈറലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സംഘത്തിലൊക്കെ ത്രൂ ഔട്ടുണ്ട്. സംഘത്തിൽ ത്രൂ ഔട്ടുണ്ടാകും. ശരി, അവർ 4 പേര്, ഞങ്ങൾ 4 പേര്, മുകേഷ്, ജഗദീഷ്, ഗണേഷ്. അതൊക്കെ വല്ലാത്തൊരു അനുഭവമില്ല, ദിവസങ്ങൾ ഒരേ മുറിയിൽ. അന്നൊക്കെ ഞങ്ങൾ റൂം ഷെയറിങ് ആയിരുന്നു. ഞാനും മുകേഷ് എത്രയോ മാസം ഒരേ മുറിയിൽ. കൊടൈക്കനാലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ അവിടെ
പ്രേം നസീർ കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാനും മുകേഷ് ആ റൂമിൽ അപ്പുറപ്പുറം ഗണേശൻ ജഗദീഷ് ഒരു റൂം ഷെയർ ചെയ്ത്, ഞാൻ സുരേഷ് ഗോപിയും റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സന്തോഷമാണ്. അതിൻ്റെ ഒരുപാട് അവരുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ പറയുന്നു, അങ്ങോട്ടും കൂടെ എല്ലാം സിനിമയ്ക്ക് പുറത്തുള്ള ബന്ധം. അതെ അതെ അതെ. ഇവരൊക്കെ സ്വകാര്യ ജീവിതത്തിൽ ഇതുപോലെ ഹ്യൂമറൊക്കെ പറയുന്നവരാണോ? പിന്നെ അതുകൊണ്ടാണല്ലോ അവരോട് ഇരിക്കാനായിട്ട് ഇഷ്ടം. ഇങ്ങനെയുള്ള എനിക്ക് വന്ന് കുടുംബകാര്യങ്ങൾ സംസാരിക്കും. സുരേഷ് ഗോപി ആണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കും. വലിയ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാൻ അതൊക്കെ ഒത്തിരിയൊക്കെ അനുഭവിച്ച ഒരാളാണ് ഈ പറയുന്ന ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിശയം എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഈ ഫുട്വെയർ ഒക്കെ നടത്തുമ്പം ഈ പർച്ചേസിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ആവശ്യം വരും. എന്ന് വെച്ചാൽ അവിടെ ക്യാഷായിട്ട് കൊടുത്താലേ നമുക്ക് മെച്ചം കിട്ടുള്ളൂ. അപ്പം ഞാൻ പുള്ളിയുടെ കയ്യിൽ ചോദിക്കും. പുള്ളി അന്ന് 1 ലക്ഷം രൂപ, കൊല്ലങ്ങൾ മുമ്പാണ് 1 ലക്ഷം രൂപ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് 50,000 രൂപ അതിൽ നിന്ന് എടുത്ത് തരുമായിരുന്നു പർച്ചേസിന് പോകുമ്പോൾ. അങ്ങനെ വല്ല നല്ല അതുമാതിരി പുള്ളിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വാ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാവണം പറയും. വുഡ്ലാൻഡ്സിലാണ് താമസം, വുഡ്ലാൻഡ്സ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഊണ് കഴിക്കാൻ വിളിക്കും, പോകും. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ വല്ല യാത്ര ചെയ്യണമെങ്കിൽ കൊല്ലത്തുനിന്ന് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അത് ട്രെയിനിൽ അച്ഛൻ കൊണ്ട് തന്നിട്ട് ഞങ്ങൾ അതൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് പുള്ളി എന്നെ പറയും ഇങ്ങനെ വിരിക്കുക, അങ്ങനെ പുള്ളി എന്നെ വിളമ്പിത്തരും. വല്ല ഒരു സ്നേഹമുള്ള ഫാമിലി മാനാണ്. മന്ത്രി ആയതിനു ശേഷമൊക്കെ അത് ബന്ധം അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഹെൽപ്പൊക്കെ പോയി ചോദിച്ച് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഈ മമ്മൂക്കയായിട്ട് ഒരുപാട് യാത്രകൾ, ഒരുപാട് തമാശകൾ, എങ്ങനെയാണ് അദ്ദേഹമായിട്ടൊക്കെ മനസ്സിലേക്ക് ഇടിച്ച് കയറാനുള്ള തന്ത്രം പ്രയോഗിച്ചിരുന്നത്? അത് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ മമ്മൂക്ക പള്ളിയിൽ പോകാനൊക്കെ നമ്മളന്ന് പാളയം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പള്ളിയിൽ പോകാനായിട്ട് ഞാൻ പങ്കജിൽ പോകും. നമുക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങളൊന്നിച്ച് അഭിനയിക്കണമെങ്കിൽ അന്ന് നേരത്തെ പള്ളിയിൽ പോകാനും പിടിക്കാനും അങ്ങനെ ഇവിടെ വരുമ്പോൾ ഞാൻ കൂടെ നടക്കും. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെ പിന്നെ അന്ന് മൗനം സമ്മതമൊക്കെ തമിഴ് പടം അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ ഒന്നിച്ച് കോൺടസ്റ്റാണ് നമുക്ക് കോൺടസ്റ്റിലാണ് യാത്ര. ചിലപ്പോൾ എനിക്ക് സെൻസാമ ഉണ്ടായിട്ടുണ്ട്. ദീർഘദൂരം യാത്രയാണ്. നമുക്ക് ഓടിച്ചോളും. എന്തൊക്കെ സംസാരിക്കുന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? പുള്ളിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു ഇതുണ്ടല്ലോ. ചിലപ്പം ചേട്ടനെ പോലെ, ചിലപ്പോൾ നമ്മുടെ ഒരു അച്ഛനെ പോലെ ഒക്കെ സംസാരിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ടും സംസാരിക്കും. നമുക്കൊക്കെ അങ്ങനെ ഒരു വേവ് ലെങ്ത് കൊച്ചു പിള്ളേർ മുതൽ നമുക്ക് അടുത്ത അതിനൊരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. അല്ല, ഞാൻ കൊടുത്താലേ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചേക്കണം. ഏട്ടാ, എനിക്ക് ഒരുപക്ഷെ എനിക്കൊന്ന് കൂടുതലും അഭിനയിച്ചത് മമ്മൂക്കയോടൊപ്പം തോന്നുന്നു. സംഘം, കോട്ടയം കുഞ്ഞച്ചൻ, മഹായാനം, സൈന്യം അല്ലേ? അതെ അതെ. ഈ തണുത്ത വെളുപ്പാങ്കാലം മമ്മൂക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട് അപ്പൊ ഈ പടത്തിൽ ഇടാൻ. പിന്നെ ഉണ്ടല്ലോ CBI, സേതുരാം അയ്യർ CBI, അദ്ദേഹത്തിന്റെ കൂടെ ചിലപ്പോൾ റെക്കമെൻഡേഷൻ ആണ് ഒരിക്കലേ ഉണ്ടായിട്ടുണ്ടാവും. സേതുരാം അയ്യർ CBI എനിക്ക് വേണം മമ്മൂക്ക പറഞ്ഞ് വിളിപ്പിച്ചാന്തോ. അതെയോ? അതെങ്ങനെ അറിഞ്ഞു? എന്നെ വിളിച്ച ആള് പറഞ്ഞ് മറ്റേ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു മമ്മൂക്ക വന്നിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ ചേട്ടനെ വിളിക്കുന്നത് ഇടാന്നോ? ഇടാന്ന് വിളിക്കും. അത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്നാ ചോദിച്ചത്. പിന്നെ ഇടവൊന്നും അല്ല, ഇടാ അല്ലേ? അവരുടെ പെറ്റാ. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യും. സിനിമയിലുള്ള മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും മമ്മൂക്ക അടുത്ത് ഒരു അടുപ്പമുണ്ട്. മമ്മൂക്കാക്ക് അവരടുത്തും ഒരു അടുപ്പമുണ്ട്. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മളൊന്നിച്ച് അഭിനയിച്ച സമയങ്ങളിലുള്ള ഇൻസിഡൻസ് ഒക്കെ മമ്മൂക്കാക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മറന്നാലും മമ്മൂക്ക അത് ഓർത്ത് വെച്ചേക്കണത് എൻ്റെ മാത്രമല്ല, പുള്ളിയുടെ കൂടെ അഭിനയിച്ച എല്ലാവരെയും കൂടെയുള്ള മൂമെൻറ്റ്സ് പുള്ളിക്ക് ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഒരു കഴിവാണ്. നമ്മൾ മറന്നാലും പുള്ളിക്ക് അത് ഓർമ്മയുണ്ടാവും.